ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വചനം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്നതിനെക്കുറിച്ചാണ്. സ്നേഹമുള്ളവരെ, ദൈവം നമ്മുടെ ശരീരത്തെക്കുറിച്ച് എന്ത് കരുതുന്നു? എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്? ആ ശരീരത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ വസിക്കുന്നത് എന്നതിനെക്കുറിച്ച് തിരുവചന ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് ശ്രദ്ധിക്കുന്നത്. അതിനാൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വചനങ്ങൾ ആഴത്തിൽ പതിയാനും അതുവഴി സ്വന്തം ശരീരത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി ജീവിക്കാനും ഒരു കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനം ഒരുക്കപ്പെട്ട നിലത്ത് പതിക്കപ്പെടുമ്പോഴാണ് അത് 100 മേനി, 30 മേനി, 60 മേനിയൊക്കെ ഫലം നൽകുന്ന വിത്തുകളായി മാറുന്നത്. അതുകൊണ്ട് വചനം കേൾക്കുന്ന ഓരോരുത്തരും ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ വചനത്തിലൂടെ അങ്ങ് ഇന്ന് എന്നോട് എന്താണ് സംസാരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങ് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കാൻ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനം ശ്രവിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവം എല്ലാം സൃഷ്ടിച്ചു, സകലതിനെയും സൃഷ്ടിച്ചു. ഓരോന്നിനും ഓരോ വാസസ്ഥലം ദൈവം നിശ്ചയിച്ചു കൊടുത്തു. മനോഹരമായി ഓരോ ജീവജാലങ്ങൾക്കും അനുയോജ്യമായ വിധത്തിൽ വാസസ്ഥലങ്ങൾ കർത്താവ് ഒരുക്കി കൊടുത്തു. ദൈവം നോക്കി, ഞാൻ എവിടെ വസിക്കും? ദൈവത്തിന് വസിക്കാൻ ഒരിടം. യേശുക്രിസ്തു പറഞ്ഞു, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുണ്ട്, പറവകൾക്ക് മനോഹരമായ കൂടുകൾ ദൈവം സൃഷ്ടിച്ച് നൽകിയിട്ടുണ്ട്, പാമ്പുകൾക്ക് മാളങ്ങളുണ്ട്, എന്നാൽ ദൈവത്തിന് തലചായ്ക്കാൻ ഇടമില്ല. ദൈവം ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എൻ്റെ സൃഷ്ടികളുടെ മകുടമായ മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുമെന്ന് ദൈവം തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിന് വസിക്കാൻ വേണ്ടി ഒരിടം കണ്ടെത്തിയത് മനുഷ്യൻ്റെ ഉള്ളിലാണ്. നമ്മളത് മറക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. ദൈവം ഓരോ ജീവജാലങ്ങൾക്കും അനുയോജ്യമായ വാസസ്ഥലം അനുവദിച്ചു കൊടുത്തതിന് ശേഷം ദൈവത്തിന് വസിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഓരോ വ്യക്തിയും. ഈ ഭൂമിയിലെ ഓരോ വ്യക്തിയുടെ ഉള്ളിലും ദൈവം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് ഓരോ വ്യക്തിയും. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തു. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തു. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെയാണ്. വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന, ദൈവം തന്നെ വസിക്കുന്ന ഒരു സ്ഥലമാണ് ഓരോ വ്യക്തിയും എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും ഓരോ ദേവാലയങ്ങളാണ്. അതതിൻ്റെ അർത്ഥം. ഞാനും നിങ്ങളും ഓരോ കൊച്ചു കൊച്ചു ദേവാലയങ്ങളാണ്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ദൈവം പഠിപ്പിക്കുകയാണ്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ ഈ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 2 വചനഭാഗം നമ്മളിപ്പോൾ കേട്ടു. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ന്റെ 16 മുതൽ 16-17 വാക്യങ്ങളും 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിലും വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലെ ഓരോ മനുഷ്യ വ്യക്തിയോടും സംസാരിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ്.
നമ്മൾ വെറുതെ ജീവിക്കുന്ന ഒന്നല്ല. ശരിക്കും ഓരോ വ്യക്തിയും ഓരോ ദേവാലയങ്ങളാണ് എന്നതിൻ്റെ അർത്ഥം. ഓരോ വ്യക്തിയും ഓരോ ദേവാലയങ്ങളാണ്. പ്രത്യേകിച്ച് കത്തോലിക്കനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇതാണ്: ആ വ്യക്തി എല്ലാ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഞായറാഴ്ചകളെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിച്ച് ശരീരത്തെ ഒരു സക്രാരിയാക്കി മാറ്റുന്ന വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ ഞായറാഴ്ചയോ അല്ലെങ്കിൽ എല്ലാ ദിവസമോ വിശുദ്ധ കുർബാന സ്വീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഞാനും നിങ്ങളും ഓരോ ദേവാലയങ്ങളായിട്ടല്ലേ മാറുന്നത്, ഓരോ സക്രാരികളായിട്ടല്ലേ മാറുന്നത്. എന്നിട്ട് ആ ഒരു ചൈതന്യത്തിലാണോ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ നമ്മൾ കാണുന്നത്? ആ ഒരു ചൈതന്യത്തിലാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തെ നമ്മൾ ഈ ഭൂമിയിൽ കൊണ്ടു നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ ദേവാലയത്തെ ഇന്ന് എല്ലാവിധ മ്ലേച്ഛതകൾക്കും എല്ലാവിധ തിന്മകൾക്കും അടിമ വയ്ക്കുന്ന വിധത്തിൽ ലോകത്തിൻ്റെ മോഹങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങളെ ഭൂമിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരുപക്ഷെ അവർ കുർബാന സ്വീകരിക്കുന്നുണ്ടായിരിക്കാം, പള്ളിയിൽ വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. എങ്കിലും അവർക്കൊരു തിരിച്ചറിവിൻ്റെ കുറവ് ചില സമയങ്ങളിൽ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിതാണ് അവരുടെ ശരീരം ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് എന്നൊരു ചിന്ത ഇല്ലാത്തതുപോലെ പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ വേദനാജനകമാണത്, വളരെ പ്രയാസകരമാണത്. എൻ്റെ ഈ ശരീരം എനിക്ക് സുഖിക്കാനോ എനിക്ക് സന്തോഷിക്കാനോ എനിക്ക് തോന്നിയതുപോലെ പെരുമാറാനോ വേണ്ടിയുള്ളതല്ല. സത്യത്തിൽ ഈ ശരീരം ദൈവത്തിൻ്റെതാണ്. ഇത് ദൈവം വില കൊടുത്ത് വാങ്ങിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഇത് ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് ദൈവത്തിൻ്റെ സ്വന്തമാകയാൽ ദൈവം എന്താണ് ഈ ശരീരത്തിലൂടെ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരവകാശം മാത്രമേ ഈ ശരീരത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചന ദ്രവ്യമായി സ്വന്തം ജീവൻ നൽകാനുമത്രേ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ അങ്ങ് പതിയട്ടെ ഈ വചനം. ശുശ്രൂഷിക്കപ്പെടാനല്ല, കാല് നീട്ടിക്കൊടുക്കാനല്ല, മറിച്ച് കാല് കഴുകാൻ, മറ്റുള്ളവരുടെ ശുശ്രൂഷയും കൊണ്ട് സ്വീകരിക്കാനല്ല, അവരെ ശുശ്രൂഷിക്കുക എന്ന ദൗത്യവുമായിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. എന്നിട്ട് കർത്താവ് പറയാണ്, അതിൻ്റെ പൂർത്തീകരണമായി സ്വന്തം ജീവൻ അനേകരുടെ മോചന ദ്രവ്യമായി കർത്താവ് കൊടുത്തു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: എന്നെയും ഈ വചനം കേൾക്കുന്ന നിങ്ങളെയും മോചിപ്പിക്കാൻ യേശുക്രിസ്തു കൊടുത്ത വില സ്വന്തം ജീവനാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തു തൻ്റെ ജീവൻ കൊടുത്ത് നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്നു, നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയപ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 19-ൽ കർത്താവിൻ്റെ വചനം പഠിപ്പിച്ചത്: നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വില കൊടുത്തു വാങ്ങപ്പെട്ടവരാണ്. 19-20 വാക്യം അങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ലാത്തതുകൊണ്ട്, നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരായതുകൊണ്ട് നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റില്ല എന്നതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്നവർ ധാരാളം പേരുണ്ട്. കൺവെൻഷൻ, ധ്യാനം, താമസമുള്ള ധ്യാനങ്ങൾ, ഇടവക ധ്യാനങ്ങൾ, മറ്റ് ശുശ്രൂഷകൾ, ഫോർമേഷൻ ഒക്കെ നമ്മുടെ കത്തോലിക്ക സഭയിൽ ധാരാളമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, എന്നാൽ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞ് ഈ വചനം അനുസരിച്ച് ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന എത്ര സഹോദരങ്ങളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ധാരാളം പേര് സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിച്ച് ദൈവത്തിൻ്റെ ആത്മാവിന് ഇതിനകത്ത് വസിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ ശരീരത്തെ ക്രമപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുവന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ ഒരുപാട് മനുഷ്യർ ലോകമോഹങ്ങളിൽപ്പെട്ട് ഈ ശരീരത്തിൻ്റെ പവിത്രത, ഈ ശരീരത്തിൻ്റെ മഹത്വം, ഈ ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാതെ ഈ ശരീരത്തിൽ ഒരുപാട് പാപം ചെയ്ത് ഈ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ദൈവത്തെ വേദനിപ്പിച്ച് കണ്ണീരൊഴുക്കിപ്പിച്ച് പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കി ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഇറക്കി വിട്ട് ജീവിക്കുന്ന ധാരാളം വ്യക്തികളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, വില കൊടുത്തു വാങ്ങപ്പെട്ടവരാണ്. നോക്കൂ, എന്തുമാത്രം വിലയാണ് ഒരു വ്യക്തിക്ക് ദൈവം കൽപ്പിച്ചത്.
ദൈവത്തിൻ്റെ ജീവൻ കൊടുത്ത് നമ്മളെ വീണ്ടെടുക്കണമെങ്കിൽ അത്രയും വില നമുക്കില്ലേ സഹോദരങ്ങളെ? അത്രയും മഹത്വമല്ലേ നമ്മുടെ ശരീരം എന്ന് പറയുന്നത്? അത്രമാത്രം ശ്രേഷ്ഠമല്ലേ ദൈവം വസിക്കുന്ന ഈ ആലയം? എന്നിട്ട് ദേവാലയത്തിന് സാധാരണ നമ്മുടെ ഇടവകപ്പള്ളി കല്ലും മണ്ണും സിമെൻറ്റും മറ്റു വസ്തുക്കളും കൊണ്ട് പണിയുന്ന ആ ഇടവകപ്പള്ളിക്ക്, ആ ദേവാലയത്തിന് കൊടുക്കുന്ന ഒരു മഹത്വം, കൊടുക്കുന്ന ഒരു വില, കൊടുക്കുന്ന ഒരു സ്ഥാനം ശരീരമാകുന്ന ഈ ദേവാലയത്തിന് ഞാനും നിങ്ങൾ നൽകിയിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനകത്ത് എത്ര മനോഹരമായിട്ട് വസിക്കുമായിരുന്നു, എത്രയോ നന്നായിട്ട് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പ്രവർത്തിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ശരീരം എല്ലാവിധ മ്ലേച്ഛതകൾക്കും വിട്ടുകൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കാൻ പറ്റാത്ത ഒരു ദേവാലയമായി ഞാൻ നിങ്ങൾ മാറി. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെ എനിക്ക് തോന്നിയതുപോലെ ഉപയോഗിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ ഈ ശരീരത്തെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ ഇഷ്ടപൂർത്തീകരണത്തിന്, എൻ്റെ സുഖത്തിന്, ലോകമോഹങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റുമോ? നമ്മുടെ പള്ളി നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ സഹോദരങ്ങളെ? നമ്മുടെ പള്ളിയിൽ നമ്മൾ തോന്നിവാസം കാണിക്കാറുണ്ടോ? പള്ളി എത്ര പവിത്രമായിട്ടാണ് സൂക്ഷിക്കുന്നത്, എത്ര മനോഹരമായിട്ടാണ് സൂക്ഷിക്കുന്നത്, എത്ര ബഹുമാനത്തോടെയാണ് പള്ളിയെ നമ്മൾ കരുതുന്നത്. ഹല്ലേലൂയ! നീ വിലയുള്ളതാണെങ്കിൽ, വിലപ്പെട്ടവനാണെങ്കിൽ ഈ ശരീരമാകുന്ന ദേവാലയത്തെ അതുപോലെ മഹത്വത്തോടെ കാണേണ്ടതായിരുന്നില്ലേ? ദൈവത്തെ ആരാധിക്കുന്ന ഒരാലയമല്ലേ ഈ ശരീരം? യു ആർ എ ഹോളി ടെമ്പിൾ. യു ആർ എ ഹോളി ടെമ്പിൾ. ഞാനും നിങ്ങളും വിശുദ്ധമായ ഒരാലയമാണ്, പരിശുദ്ധമായ ഒരാലയമാണ്. അത് നശിപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ അതിൻ്റെ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 13 തൊട്ടുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് പറയാണ്, ദൈവത്തിൻ്റെ വചനം പറയാണ്, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ അങ്ങ് പതിയട്ടെ. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. എനിക്കും നിങ്ങൾക്കും തോന്നുമ്പോൾ തോന്നിയത് ചെയ്യാനുള്ളതല്ല നമ്മുടെ ശരീരം. ഇത് ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. ഇത് കർത്താവിന് വേണ്ടിയുള്ളതാണ്. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് എഴുതി വെച്ച ഈ വചനത്തെ തെറ്റിച്ച് ഇന്ന് ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന സഹോദര സഹോദരി, നീ ഒരു നിമിഷം ചിന്തിക്കുക. നിന്റെ ഈ ശരീരം മരണാനന്തരം ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ ശരീരം പോലെ രൂപാന്തരപ്പെടേണ്ട ഒന്നാണ്. അതാണിന്ന് മ്ലേച്ഛതയ്ക്ക് അടിമപ്പെട്ട് കിടക്കുന്നത്. അതാണിന്ന് പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്നത്. അതാണിന്ന് ലോകമോഹങ്ങളിൽ കൊണ്ട് താഴ്ത്തി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വലിയൊരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. വലിയൊരു തിരിച്ചറിവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഓരോരുത്തർ അവരവരുടെ ശരീരത്തിൽ തോന്നുമ്പോൾ മദ്യപിക്കും, തോന്നുമ്പോൾ വ്യഭിചാരം ചെയ്യും, തോന്നുമ്പോൾ സ്വയംഭോഗം ചെയ്യും, തോന്നുമ്പോൾ ഫാഷൻ പരേഡ് നടത്തും. വൃത്തികെട്ട വസ്ത്രങ്ങൾ ശരീരത്തിൽ ധരിക്കാൻ ഇന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു ലജ്ജയും മടിയും ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് വചനം പഠിപ്പിച്ചിട്ടും ലോകത്തോടുള്ള മൈത്രിയിൽ തങ്ങളുടെ ശരീരത്തെ എല്ലാവിധ മ്ലേച്ഛതകൾക്കും അടിമപ്പെടുത്തുന്നവരുടെ എണ്ണം പെരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പോക്ക് പോയാൽ ഈ ശരീരത്തിനുള്ളിൽ ദൈവത്തിന് വസിക്കാൻ പറ്റുമോ? ഈ ശരീരം, കർത്താവ് പറഞ്ഞു, ഈ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും. ഈ ശരീരത്തെ നശിപ്പിക്കുന്നവരെ ഞാനും നശിപ്പിക്കും. എന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ ദൈവത്തെ വേദനിപ്പിക്കുമ്പോൾ, ഈ ശരീരം അവമാനത്തിന് വിട്ടുകൊടുക്കുമ്പോൾ, ഈ ശരീരം ലോകമോഹങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ, ഈ ശരീരം ദുർവൃത്തിക്ക് വിട്ടുകൊടുക്കുമ്പോൾ നീ ക്രിസ്തുവിനെ ഈ ശരീരത്തിൽ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. നീ ഒരുപക്ഷെ പള്ളിയിൽ പോകുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം, രാത്രി മുഴുവൻ മദ്യപിച്ചും രാത്രി മുഴുവൻ ബ്ലൂ ഫിലിം കണ്ടും രാത്രി മുഴുവൻ മ്ലേച്ഛ ചിന്തകൾക്ക് മുഴുകിയും രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി പ്രാർത്ഥിച്ച് സെന്റും പൂശി നല്ല വസ്ത്രം ധരിച്ച് ടിപ്പ് ടോപ്പിൽ ദേവാലയത്തിൽ പോയി കൈകൂപ്പി നിന്നാൽ അത് ആരാധനയാകുമോ? ഈ ശരീരത്തിൻ്റെ വിശുദ്ധിയും ഈ ശരീരത്തിൻ്റെ മാന്യതയും നന്നായിട്ട് സൂക്ഷിക്കാതെ അധര വ്യായാമം നടത്തുന്നതാണോ ആരാധന? അതാണോ ദൈവാരാധന? പ്രിയമുള്ളവരെ, റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, ആകയാൽ സഹോദരങ്ങളെ, കർത്താവിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി സമർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. അതിനെ ശ്രദ്ധിച്ച് കേട്ടെ. ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ, ഈ ദേവാലയത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതി
കരവുമായ ഒരു സജീവ ബലി, ദൈവത്തിന് പ്രീതികരം. ഈ ശരീരത്തിൽ ദൈവത്തിന് പ്രീതി ഉണ്ടാകണം. ഈ ശരീരത്തിൽ നമ്മൾ ആരാധന നടത്തുമ്പോൾ ദൈവം ഈ ശരീരത്തിൽ പ്രസാദിക്കണം. ദൈവത്തിന് പ്രീതികരമായ ഒരു സജീവ ബലിയായി നിങ്ങൾ സമർപ്പിക്കണം. ഇതായിരിക്കണം നമ്മുടെ യഥാർത്ഥമായ ആരാധന. അടുത്ത വാക്യം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെതായ മനുഷ്യനുണ്ട്. ലോകത്തിലെ മനുഷ്യന് ദൈവത്തിൻ്റെ പ്രമാണങ്ങളും വചനങ്ങളും പാലിക്കണമെന്ന് നിർബന്ധമില്ല. അവൻ ലോകത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ജീവിക്കട്ടെ, അവരുടേതായ കാഴ്ചപ്പാടനുസരിച്ച് ജീവിക്കട്ടെ. എന്നാൽ ദൈവത്തെ അറിയുന്ന നീ, ദൈവം വസിക്കുന്ന ദേവാലയമായ നീ, നിന്റെ ശരീരത്തെ ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വിട്ടുകൊടുക്കുമ്പോൾ ഈ ശരീരത്തിനുള്ളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ല നമ്മൾ ചെയ്യുന്നത്, ദൈവത്തെ അപമാനിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് മറക്കരുത്. അതുകൊണ്ട് യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത് അതിതാണ്. ഈ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ മാന്യത കാത്തു സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള. അങ്ങനെ ഈ ശാരീരിക ഭാഷയും നമ്മുടെ ദൈവം പഠിപ്പിച്ച മറ്റ് ഭാഷയും കൂടെ ചേർന്നാലാണ് ദൈവാരാധന അതിൻ്റെ പൂർണ്ണതയിലെത്തുള്ളൂ. ശരീരത്തിൽ അതിൻ്റെതായ ഒരു ഭാഷയുണ്ട്. ശരീരത്തിൽ അശുദ്ധി സൂക്ഷിച്ചിട്ട് അധരവ്യായാമം മാത്രം കൊണ്ട് ദൈവത്തെ ആരാധിച്ചാൽ അതെങ്ങനെ ആരാധനയാകും? അതാ പൗലോസിനെ പറഞ്ഞത്, ദുർവൃത്തിയാണത്. ശരീരത്തിൻ്റെ വിശുദ്ധിയും അതരത്തിൽ വാക്കുകളടങ്ങുന്ന ദൈവാരാധനയും കൂടെ ചേർന്നപ്പോഴാണ് യഥാർത്ഥ ആരാധകർ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ആരാധകരായി നമ്മൾ രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഹൃദയത്തിൽ ചിന്തിക്കുക. ചേട്ടാ, ചേച്ചി, യുവാവേ, യുവതി, മോനെ, മോളെ, നീ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക ഈ വചനം. എന്താ അത്? നിൻ്റെ ശരീരം എന്തിനു വേണ്ടിയുള്ളതാണ്? നിൻ്റെ ശരീരം ദൈവത്തിന് വസിക്കാനുള്ളതാണ്. നിൻ്റെ ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. നിൻ്റെ വസ്ത്രധാരണം വഴി, നിൻ്റെ വാക്ക് വഴി, നിൻ്റെ പ്രവൃത്തി വഴി, നീ ശരീരത്തിൽ സൂക്ഷിക്കുന്ന മാന്യത വഴി നീ നിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ഇത് ഓരോ വിശ്വാസിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കണം. നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തർക്കും അവരുടേതായ, ഓരോ രാജ്യങ്ങൾക്കും ആ രാജ്യത്തിൻ്റെതായ നിയമ സംഹിതകൾ ഉള്ളതുപോലെ അമേരിക്കയിൽ ഒരു നിയമമുണ്ട്, ഇംഗ്ലണ്ടിലൊരു നിയമമുണ്ട്, സൗദിയിലൊരു നിയമമുണ്ട്, ഭാരതത്തിലൊരു നിയമമുണ്ട്. അവിടെ വസിക്കുന്നവർ ആ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ദൈവരാജ്യത്തിൻ്റെ മക്കൾക്ക് ഒരു നിയമമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകരാജ്യത്ത് ജീവിക്കുന്നവർക്ക് ആ നിയമം അനുസരിച്ചാൽ മതി. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെന്ന് നീ അവകാശപ്പെടുന്നെങ്കിൽ, ദൈവം നിൻ്റെ സ്വന്തമെന്ന് നീ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ ജനമേ, ദൈവരാജ്യത്തിൻ്റെ മക്കൾക്ക് ദൈവരാജ്യത്തിൻ്റെതായ ഒരു നിയമം പാലിക്കാനുണ്ട്. ആ നിയമമാണ് ഇവിടെ നിന്നെ പഠിപ്പിച്ചത്. നീ ദൈവത്തിൻ്റെ ആലയമാണ്. നിൻ്റെ ശരീരം ദേവാലയമാണ്. നിൻ്റെ ശരീരത്തിനുള്ളിൽ ദൈവം വസിക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും പാർപ്പിടവും സ്ഥലവും നിശ്ചയിച്ചു കൊടുത്തിട്ട് ദൈവം തീരുമാനിച്ചില്ലേ, ഞാൻ എൻ്റെ സൃഷ്ടികളുടെ മകുടമായ മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുമെന്ന്. എന്നിട്ട് അവിടെ ഉണ്ടോ ഇന്ന് ദൈവം? ഉണ്ടോ? ഇത് കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. ഇന്ന് ദൈവത്തിന് വസിക്കാൻ പറ്റുന്ന വിധത്തിലാണോ ശരീരത്തിൻ്റെ മഹത്വം നീ സൂക്ഷിക്കുന്നത്, വിശുദ്ധി നീ സൂക്ഷിക്കുന്നത്? ഹെബ്രായ ലേഖനം 12:14 കർത്താവ് പറഞ്ഞു, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കും ലോകസുഖങ്ങളിലേക്കും ഈ ശരീരമാകുന്ന ദേവാലയത്തെ തള്ളിയിട്ടിട്ട് നമ്മൾ സുഖാനുഭൂതികളിൽ മുഴുകി ജീവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഈ ശരീരത്തിൽ ദൈവം വളരുകയല്ല, ദൈവം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഈ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് ജീവിക്കുകയല്ല, പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമില്ലാത്ത ഈ ശരീരം, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കുടികൊള്ളാത്ത ഈ ശരീരം, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമോ അവിടുത്തെ സാന്നിധ്യമോ ഇല്ലാത്ത, ദൈവ സാന്നിധ്യമില്ലാത്ത ഈ ശരീരത്തിൽ ദൈവം ഇറങ്ങിപ്പോയാൽ പിന്നെ ജീവിക്കുന്നത് സാത്താനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും ജീവിതത്തിൽ നിന്നും നമ്മുടെ ദൈവം ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ, ദൈവം പോയി കഴിഞ്ഞാൽ, ദൈവം മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോപ്പർട്ടിയുടെ അവകാശി പിശാചാണ്. അത് പിശാച് ഏറ്റെടുക്കും. പിശാച് പിന്നെ നിയന്ത്രിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിച്ചത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്.
നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. അതിനകത്ത് ദുരാസക്തിയുണ്ട്. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. എന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ ശരീരം ദൈവത്തിൻ്റെ ശത്രുവായി മാറും. പ്രൈസ് ദ ലോർഡ്. പിന്നെ നമ്മൾ ഈ ശരീരത്തിൽ ദൈവത്തെ പീഡിപ്പിക്കുന്നവരായിത്തീരും. അപമാനത്തിന് വിട്ടുകൊടുക്കും. ഏത് മ്ലേച്ഛതയും ശരീരത്തിൽ ചെയ്യാൻ ഒരു മടിയുണ്ടാവില്ല. ഇന്ന് മദ്യപാനം, ഇന്ന് മധുരോത്സവം, ഇന്ന് എന്തെല്ലാം തിന്മകളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അമിതമായ ഭക്ഷണം പോലും ഈ ശരീരത്തെ നശിപ്പിക്കുന്ന പാപമല്ലേ സഹോദരങ്ങളെ? അമിതമായ ഭക്ഷണം പോലും ഈ ശരീരത്തെ നശിപ്പിക്കുന്ന തിന്മയല്ലേ? തിന്നാനും കുടിക്കാനും വേണ്ടി അവർ എഴുന്നേറ്റു ഇരുന്നു എന്നുള്ള വചനത്തെ നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ. അമിതമായ ഭക്ഷണം, അമിതമായ ധൂർത്ത്, അതുപോലെ തന്നെ ആഡംബര പ്രിയങ്ങൾ, ഫാഷൻ പരേഡ് നടത്താൻ വേണ്ടി ശരീരം വിട്ടുകൊടുക്കുക ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു തിന്മയാണ്. ബ്ലൂ ഫിലിം അങ്ങനെയുള്ള തിന്മകൾക്ക് വേണ്ടി നമ്മുടെ കണ്ണിനെ നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് എന്താ പറഞ്ഞത്? കണ്ണാണ് ശരീരത്തിന് വിളക്ക്. കണ്ണാണ് ശരീരത്തിന് വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിലേ ഈ ശരീരം പ്രകാശിക്കുകയുള്ളൂ. ഈ ശരീരമാവുന്ന ദേവാലയത്തിന് 2 വിളക്കാണ് കണ്ണ്. ഈ കണ്ണുകൊണ്ട് കാണുന്നതും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും അതുപോലെ ഈ മനുഷ്യ ശരീരത്തിൽ ആസ്വദിക്കുന്നതുമായ ഒരുപാട് ലോകത്തിൻ്റെതായ സംഗതികളുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനുപേക്ഷിക്കാൻ ഇതാ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ലോകവും അതിൻ്റെ മോഹവും കടന്നു പോകും. ലോകവും അതിൻ്റെ മോഹവും കടന്നു പോകും. നീ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഇത് ദേവാലയമാണെങ്കിൽ ഈ ദേവാലയത്തെ കർത്താവ് പുനരുദ്ധരിക്കും. എന്താ യേശുക്രിസ്തു തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞത്? നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക. 3 ദിവസം കൊണ്ട് ഞാനത് പുതുക്കിപ്പണിയും. പ്രൈസ് ദ ലോർഡ്. 3 ദിവസം കൊണ്ട് ഞാനത് പുതുക്കിപ്പണിയും. കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ സമയത്ത് അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ ആ വചനം ഓർത്തു. മരിച്ച് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായ ശരീരം പോലെ മഹത്വപൂർണ്ണമായ ഒരു ശരീരമാണ് എനിക്കും നിങ്ങൾക്കും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് നശിപ്പിക്കാനുള്ള ഒന്നല്ല സഹോദരങ്ങളെ. ഇത് തീർത്ത് കളയാനൊന്നല്ല. നമുക്ക് സുഖിക്കാനോ നശിപ്പിക്കാനോ വേണ്ടി ഒന്നല്ല ശരീരം. അത് കർത്താവിൻ്റെ മഹത്വമേറിയ ശരീരം പോലെ രൂപാന്തരപ്പെട്ട് നിത്യതയിൽ ദൈവത്തോട് ചേരേണ്ട ഒരു ശരീരമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശരീരത്തിനെതിരെ നമ്മൾ ചെയ്യുന്ന സകല ദുർവൃത്തികളും അവസാനിപ്പിക്കാൻ സമയമായി. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ നമുക്ക് ധരിക്കാം. പകലിന് യോജിച്ച് നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ നിങ്ങൾ വ്യാപരിക്കരുത്. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കരുത്. ഇതിനെ നശിപ്പിക്കരുതെന്നർത്ഥം. ഇത് നമുക്ക് തോന്നിയതുപോലെ ഉപയോഗിക്കാനല്ല, മറിച്ച് ദൈവം ഈ ശരീരത്തെക്കുറിച്ച് എന്ത് പഠിപ്പിച്ചവോ എന്താഗ്രഹിച്ചവോ അതുപോലെ ഈ ശരീരത്തിൻ്റെ മഹത്വം നമുക്ക് കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ശരീരത്തിൽ വിശുദ്ധിയും മാന്യതയും ഒരുപോലെ സൂക്ഷിക്കണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ നിങ്ങൾ കാമവികാരങ്ങൾക്ക് വിധേയരാകരുത്. ആ വിഷയത്തിൽ വഴിപിഴയ്ക്കുകയോ സഹോദരങ്ങളെ വഞ്ചിക്കുകയോ ചെയ്യരുത്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കത്രേ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കത്രേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിൻ്റെ സകല മാലിന്യങ്ങളിൽ നിന്നും മാറി ലോകത്തിൻ്റെതായ മോഹങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ഈ ശരീരത്തെ ക്രിസ്തുവിന് വസിക്കാൻ പറ്റുന്ന വിധത്തിൽ, ദൈവത്തിൻ്റെ ആത്മാവിന് ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ് അതിനുള്ളൊരു അഭിഷേകം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ഈ നിമിഷം തരും. ഈ ശരീരം നശിപ്പിക്കാനുള്ളതല്ല, അത് ക്രിസ്തുവിൻ്റെ അവകാശമാണ്. ഇത് ക്രിസ്തുവിൻ്റെ പ്രോപ്പർട്ടിയാണ്. നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. സാധിക്കുന്നവരെല്ലാം ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരും കണ്ണടച്ച് കരങ്ങൾ കൂപ്പി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിച്ച് ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ ശരീരം പോലെ രൂപാന്തരപ്പെടുത്തി ഇത് ക്രിസ്തുവിൻ്റെ കൂടെ നിത്യതയിൽ വാഴാൻ അനുഗ്രഹം ചൊരിയണമേ. ഇതിനർത്ഥം ആസക്തികളും അശുദ്ധികളും തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ നിത്യമായി പരിശുദ്ധാത്മാവ് വസിക്കാൻ ഇടവരട്ടെ. ആമേൻ.